السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. അള്ളാഹുവിൻ്റെ ഭാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ എന്തുകൊണ്ടും പോരിശയാക്കപ്പെട്ട എന്തു ചോദിച്ചാലും അള്ളാഹു ഇജാബത്ത് നൽകുമെന്ന് ഉറപ്പ് മഹാരഥന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയ ഒരു പരിശുദ്ധമായ രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, ആത്മാർത്ഥമായി ഇന്നത്തെ ദുആയിലും ദിക്റിലും സ്വലാത്തിലും ഒക്കെ നമ്മൾ പങ്കെടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മുടെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിത്തരട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. അപകട മരണങ്ങൾ അല്ലാഹു ഹിഫ്ള് നൽകട്ടെ. സാമ്പത്തികമായ ഞെരുക്കം, കടങ്ങൾ എല്ലാം അല്ലാഹു മാറ്റട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ഒന്നു മുതലേ ഓതിപ്പോന്ന പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ, അതിന്റെ പാരായണമാണ് ആദ്യം നടക്കുന്നത്. ആത്മാർത്ഥമായി എൻ്റെ കൂടെ എല്ലാവരും ഓതുക. സൂറത്തുൽ ഫജ്റിന്റെ പാരായണത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والسفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله مولانا العظيم. അൽഹംദുലില്ലാ, തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്ത് ആലു ഇംറാനിലെ 96, 97 ആയത്തുകളാണ്. നമ്മൾ പതിവായി ഓതിക്കൊണ്ടുവരുന്നവരാണ്. ഹജ്ജ്, ഉംറ, സിയാറ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഖൈറ് കിട്ടുന്നതാണ് ഈ 2 ആയത്തുകൾ പാരായണം. അതാണ് നമ്മൾ ഓതുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ
وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين തഖബ്ബലല്ലാഹ് സ്വദഖല്ലാഹു മൗലാനൽ അലീം. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തുൽ കൗസറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈറിന്റെ വാതിലുകൾ തുറന്നു നൽകുന്ന അൽ കൗസർ, ധാരാളം ഖൈറിൽ ധാരാളിത്തം അല്ലാഹു നമുക്ക് തുറന്നു നൽകുന്ന പരിശുദ്ധമായ സൂറത്തുൽ കൗസർ 7 വട്ടം ഒരു ദിവസം പാരായണം ചെയ്ത് മുടങ്ങാതെ അങ്ങനെ ഡെയിലി പോന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിന്റെ ഉറവ ആ സമൂഹത്തിന് ഉറവ പൊട്ടി ഒലിപ്പിച്ചു കൊടുക്കുമെന്നാണ്. അത്രയേറെ ദാരിദ്ര്യം മാറാൻ, നമ്മുടെ കുടുംബത്തിൽ വല്ലാത്ത സന്തോഷവും റാഹത്തും ഉണ്ടാകാൻ, സാമ്പത്തികമായ ഞെരുക്കങ്ങളൊക്കെ മാറിക്കിട്ടാൻ, കച്ചവടം നന്നാകാൻ ഏറ്റവും ബെസ്റ്റാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും ചെറിയ സൂറ. നമ്മൾ പറഞ്ഞല്ലോ ക്ലാസ്സിൽ, ആ പദവികളൊക്കെ നമുക്ക് കിട്ടാൻ നമുക്ക് ബറക്കത്തിന് വേണ്ടി പാരായണം ചെയ്യാം. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ഓതുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا
أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله مولانا العظيم. അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ സൂറത്തിന്റെ എല്ലാ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു വീതിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ ഓതാൻ പോകുന്നത് ക്ലാസ്സിൽ നിങ്ങൾ കേട്ടല്ലോ, പരിശുദ്ധമായ ഒരു ദുആ. വർഷാവസാനം ഈ ദുൽഹിജ്ജയുടെ അവസാനത്തെ രാവുകളിൽ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ഓതേണ്ട ദുആ. മഹാന്മാർ പറയുന്നുണ്ട്, അതൊരു 3 വട്ടം പാരായണം ചെയ്താൽ പിശാച് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമം പ്രയാസപ്പെട്ട് വേദനിച്ച് കരഞ്ഞു മടങ്ങിപ്പോകുന്ന പിശാചിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വാക്കാണ് ഈ ദുആ. വിശ്വാസി ഈ അവസാന മുഹൂർത്തത്തിൽ ആത്മാർത്ഥമായി പറയുമ്പോൾ, പിശാചിനെ വേദനിപ്പിക്കണമെങ്കിൽ നമ്മുടെ തെറ്റുകൾക്ക് മാപ്പാക്കണം. അപ്പോഴേ പിശാചിന് വേദന ഉണ്ടാവുള്ളൂ. തെറ്റുകൾ മാപ്പാക്കുന്ന പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ട ദുആ ഞാൻ ചൊല്ലിത്തരാം. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ മാ അമിൽതു ഫീ ഹാദിഹി സനതി മിമ്മാ നഹൈതനി അൻഹു വലം തർലഹു വനസീതുഹു വലം തൻസഹു വലം നതുബു മിൻഹു وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها من عمل ترضاه ووعدتني عليه الثواب فاسألك أن تتقبله مني ولا تقطع رجائي منك يا كريم. بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. اللهم ما عملت في هذه السنة مما نهيتني عنه ولم ترله ونسيته ولم تنسه ولم نتب منه وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها من عمل ترضاه ووعدتني عليه الثواب فاسألك أن تتقبله مني ولا تقطع رجائي منك يا كريم. بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. اللهم ما عملت في هذه السنة مما نهيتني عنه ولم ترله ونسيته ولم تنسه ولم نتب منه وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها من عمل ترضاه ووعدتني عليه الثواب فاسألك أن تتقبله مني ولا تقطع رجائي منك يا كريم. ഇനി നമ്മൾ ഓതാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് തലവേദനയാകുന്ന വലിയ മാനസികമായ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ കടങ്ങൾ, സാമ്പത്തിക ബാധ്യത. അതെങ്ങനെ വീട്ടാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട്, നിഅമത്ത് കൊണ്ടാ വീട്ടാൻ പറ്റുക.
അതെങ്ങനെയാണ് ആ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ഹദീത്തുകളിലൂടെ ഒരു ദുആ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദുആ ആത്മാർത്ഥമായി നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടി തരും. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ബറക്കത്ത് നൽകും. നമുക്ക് സാധാരണ ഒരു അമൽ ചെയ്യാൻ വേണ്ട, നമുക്കൊരു ജോലി ചെയ്യാൻ, ഇപ്പൊ സഹോദരിമാർക്ക് നമ്മുടെ വീട്ടിൽ അവർക്ക് അടുക്കളയിൽ പണിയെടുക്കാൻ പലപ്പോഴും നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ, പലപ്പോഴും മടികൾ, പല അമലുകളും മുടങ്ങിപ്പോകുന്നു, പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? മടി കൊണ്ടാണ്, കെസല്. തീർച്ചയായും അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ ചോദിക്കുമായിരുന്നു എന്നാണ്. ആ ദുആ അൽഹംദുലില്ലാ ആത്മാർത്ഥമായി നമ്മൾ കൊണ്ടുവന്നാൽ ഇതിൽ നിന്നെല്ലാം കാവലുണ്ടാവും. എഫക്റ്റീവായ ദുആണ് ഹദീസിൽ വന്നത്. നമുക്ക് എല്ലാവർക്കും ഓതാം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഓതാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, മടികൾ, ഹമ്മ്, ഹസൻ, ടെൻഷൻ, മാനസിക ഡിപ്രഷൻ, നമ്മുടെ മനസ്സിന്റെ വേദനകൾ എല്ലാം മാറുന്ന കടബാധ്യതയിൽ അല്ലാഹുവിന്റെ ഇടപെടലുണ്ടാകുന്ന വലിയ സഹായം കിട്ടുന്ന പരിശുദ്ധമായ ദുആ അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫഅലം അന്നഹു അഫ്ളല ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صدق الله مولانا العظيم بارك الله لنا ولكم بالقرآن العظيم آمين يا رب العالمين سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് അത്ഭുതങ്ങൾ അടങ്ങിയ ഖസീദത്തു കഫാക്ക 40 കാഫ് കൊണ്ട് മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല അൻഹു എഴുതി വെച്ചിട്ടുള്ള പ്രഗൽഭമായ ബൈത്താണ്. ഒരുപാട് ഖൈറും ബറക്കത്തും കിട്ടും. ഒരുപാട് ഷർറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല തടഞ്ഞു വെക്കും. ഒരു കണ്ണേറോ സിഹറോ ഒന്നും ഏൽക്കില്ല. ശത്രുക്കൾ പരാജയപ്പെടും. വലിയ കാവലുണ്ടാകും. ആ പരിശുദ്ധമായ ബൈത്താണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. കഫാക റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കകമി നിൻ കാന മിൻക ലീകാ തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു സകസകതൻ كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ഖസീദത്തു കഫാക്ക അല്ലാഹു വച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നിഅമത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ തസ്ബീഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജിന്റെ പോലും കൂലി നൽകാൻ കാരണമാകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പരിശുദ്ധമായ തസ്ബീഹിന്റെ ശകലം അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ ചൊല്ല എല്ലാവരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് മറ്റൊരു ബൈത്താണ്. എന്താ ബൈത്തിന്റെ പ്രത്യേകത? മാത്തഅലൽ ഈമാൻ മിൻ ഗൈരി ശക്കിൻ. ഇത് പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിൽ ഇത് ഓതുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവർ മരിച്ചാൽ മരിക്കുമല്ലോ, എപ്പോഴായാലും മരിക്കും. ആ മരണം ഈമാൻ ഉറപ്പായി മരിക്കുമത്രേ. ഒരിക്കലും ഈമാൻ പതറൂല്ല. ഉറപ്പായിട്ടും മഹാന്മാർ നമുക്ക് ഗ്യാരണ്ടി പറയുന്ന പരിശുദ്ധമായ ബൈത്താണ്. അത് തൗബയുടെ ബൈത്താണ്. നമ്മുടെ തെറ്റ് അല്ലാഹുവിനോട് ഏറ്റുപറയാ, ഞങ്ങൾ സ്വർഗത്തിന് യോഗ്യരല്ല എന്ന് പറയാ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല, കഴിവില്ല എന്ന് പറയാ, എന്നിട്ട് ഞങ്ങൾക്ക് തൗബ വേണമെന്ന് പറയാ. ആ ഒരു പറച്ചിലാണ് പറയുന്നത്. ആ ഒരു ബൈത്താണ് ഇനി പറയാൻ പോകുന്നത്, പാടാൻ പോകുന്നത്. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ പറയാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا